രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയർ കോട്ടയം ജില്ലയുടെ വിവിധയിടങ്ങളിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടിയാണ് കെ എം മാണിയുടെ ചെറുമകൻ എത്തിയത്. നേരത്തെയും പല പരിപാടികളിലും കെ മാണി ജൂനിയർ പങ്കെടുത്തിരുന്നെങ്കിലും രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടല്ല എന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. പൂഞ്ഞാർ മേഖലകളിലെ വിവിധ ഇടങ്ങളിലാണ് കെ എം മാണി ജൂനിയർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, കെ എം മാണിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പിന്നീട് ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്, ജോസ് കെ മാണി ഒക്കെ ഇറങ്ങുന്ന സമയത്തുള്ള വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടതായി അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഏതാണ്ടൊരു പിന്തുടർച്ച എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കെ എം മാണിയുടെ ചെറുമകൻ കെ എം മാണി ജൂനിയർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം കെ എം മാണി എന്ന പേരിലാണ് ഔദ്യോഗികമായുള്ളത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ്. നേരത്തെ പല ഘട്ടത്തിലും ചില പരിപാടികളിൽ, പൊതുപരിപാടികളിലൊക്കെ ചിലയിടത്തൊക്കെ കൊടിയൊക്കെ പിടിച്ചു നിൽക്കുന്ന വാർത്ത വന്ന സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അത് അന്ന് കുടുംബം തള്ളുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പലയിടത്തും വോട്ട് അഭ്യർത്ഥിച്ച് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. വീട്ടുകാരോട് തൊഴുത് വോട്ടൊക്കെ അഭ്യർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തെ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ തന്നെയാണ് ഈ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ഫേസ്ബുക്കിലൊക്കെ ഇടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ തുടർച്ചയായി ഈ കെ എം മാണി ജൂനിയറും ഈ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു, അതായത് ഷെയർ ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഒരു ഔദ്യോഗികമായ രാഷ്ട്രീയ പ്രവേശനം എന്ന നിലയിൽ ഇപ്പോൾ ഇതിനെ പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രവേശനം ഫലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാവിയിൽ ഒരുപക്ഷെ യൂത്ത് ഫ്രണ്ടിന്റെ ഒക്കെ ചുമതലകളിലൂടെയാണ് ജോസ് കെ മാണി വന്ന രീതിയിൽ തന്നെ ആയിരിക്കും കെ എം മാണിയും വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് എത്തുക എന്ന് നമുക്ക് കരുതാൻ കഴിയും. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, തീർച്ചയായും ആ വഴി തന്നെ ശ്രീജിത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ യൂത്ത് ഫ്രണ്ടിന്റെ ചുമതലകളിലൂടെ ഒരുപക്ഷെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരിക, അങ്ങനെ ഒരു കാഴ്ച കൂടി സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ അത് പഴയ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കെ എം മാണിയുടെ ചെറുമകൻ പ്രചാരണത്തിനായി എത്തുന്നു എന്നുള്ളത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കൂടി ആ പ്രചാരണത്തിന് ഉണ്ടാകുന്നുണ്ടാകും അല്ലേ? തീർച്ചയായും കെ എം മാണിയുടെ കുടുംബവുമായി കേരള കോൺഗ്രസ് എം പ്രവർത്തകർക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ മാണിക്കാർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത് തന്നെ. കേരള കോൺഗ്രസുകാർ എന്ന പേരിലല്ല, ഞങ്ങൾ മാണിക്കാരാണ് എന്ന പേരിലാണ് അവർ ഈ മേഖലയിലൊക്കെ അറിയപ്പെടുന്നത് തന്നെ. എന്തായാലും അതിൻ്റെ ഒരു കൗതുകം വിട്ടുമാറാഴ്ച കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിൽ കുടുംബം, ഇപ്പോൾ പിതാവ് മത്സരിക്കുമ്പോഴോ ഒക്കെ കുടുംബാംഗങ്ങൾ പ്രചരണത്തിന് ഇറങ്ങാറുണ്ട്. പക്ഷേ ഇത് തൻ്റെ പാർട്ടിയാണ് എന്ന ബോധ്യത്തിൽ തന്നെ അദ്ദേഹം പല പോസ്റ്റുകളും ഷെയറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെയാണ് വീടുകളിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കെ എം മാണി ജൂനിയർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ നിലയിൽ കെ എം മാണി എന്നുള്ള ഔദ്യോഗിക പേരാണുള്ളത്. അങ്ങനെ കെ എം മാണി ഒരുപക്ഷെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ് പലയിടത്തും പ്രചരണത്തിൽ ഈ ജോസ് കെ മാണിയുടെ മകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളത്. നേരത്തെ ചില റാലികളൊക്കെ പാലായിൽ നടന്ന സമയത്ത് അതിലൊക്കെ ചെറിയ രീതിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണല്ലോ സ്വാഭാവികമായും. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾക്കൊന്നും അല്ലാതെ തന്റെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സജീവമാകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ